പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം എന്നീ 3 പുണ്യസ്തംഭങ്ങളിൽ അധിഷ്ഠിതമായ ഈ നോമ്പുകാലം 38-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വാരത്തിലെ 2-ാമത്തെ ദിനമായ ഈ വിശുദ്ധ ചൊവ്വാഴ്ച സ്നേഹത്തിന്റെ പരകോടിയും വഞ്ചനയുടെ കയ്പും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് നാം ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തന്റെ ശിഷ്യന്മാരിൽ ഒരാൾ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന വേദനയോടെ യേശു തന്റെ പീഡാനുഭവങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സ്വന്തം ജീവിതങ്ങളിലെ വിശ്വസ്തതയെക്കുറിച്ച് ആത്മപരിശോധന നടത്താൻ ഈ സമയം നമ്മെ വിളിക്കുന്നു. യൂദാസിന്റെ ഒറ്റിക്കൊടുക്കലും പത്രോസിന്റെ തള്ളിപ്പറയലും വെറും ചരിത്ര സംഭവങ്ങളല്ല, മറിച്ച് നമ്മുടെ പാപങ്ങളിലൂടെ നാം ഓരോരുത്തരും ആവർത്തിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ലൗകികമായ നേട്ടങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടി എത്ര തവണ നാം നമ്മുടെ രക്ഷകനെ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്ന് തിരിച്ചറിയേണ്ട നിമിഷമാണിത്. പാപത്തിന്റെ അന്ധകാരം ലോകത്തെ മൂടുമ്പോഴും കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ഈ വിശുദ്ധ ദിനം നമ്മോട് ചോദിക്കുന്നു. വഞ്ചനയുടെ ഈ ലോകത്തിൽ വിശ്വസ്തതയുള്ളവരായിരിക്കാൻ പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും നാം ശക്തി പ്രാപിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന സ്വാർത്ഥതയെയും അവിശ്വസ്തതയെയും കഴുകിക്കളയാൻ കാൽവരിയിലെ കുരിശിന്റെ തണലിലേക്ക് നമുക്ക് ഓടിയെടുക്കാം. വിശുദ്ധ വാരത്തിന്റെ ഈ ആഴങ്ങളിൽ നാം നിൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ പരസ്യമായ പ്രഖ്യാപനം നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നു. മത്തായി 26:21 നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന വചനം കേട്ട ശിഷ്യന്മാർ വ്യസനിച്ചതുപോലെ നമ്മുടെ പാപാവസ്ഥയെ ഓർത്ത് നമുക്കും അനുതപിക്കാം. വഞ്ചിക്കപ്പെടുമ്പോഴും സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തുവാണ് നമ്മുടെ ഏക ആശ്രയമെന്നും കർത്താവ് നൽകുന്ന കൂദാശകളിലൂടെയാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നതെന്നും നാം തിരിച്ചറിയണം. ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് മനസ്സിനെ തിരിച്ച് വിശുദ്ധ കുമ്പസാരം വഴി ആത്മാവിനെ ശുദ്ധീകരിച്ച് കർത്താവിന്റെ അന്ത്യ അത്താഴത്തിൽ പങ്കുചേരാൻ നമുക്ക് ഒരുമിച്ചൊരുങ്ങാം. അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധമായ ജീവിതം നയിക്കുക എന്നത് ദൈവരാജ്യത്തിന് അർഹരാകാൻ അത്യാവശ്യമാണ്. ജാഗ്രതയോടെ കാത്തിരിക്കുന്ന കന്യകമാരെ പോലെ നമ്മുടെ വിളക്കുകൾ കത്തിച്ചു പിടിച്ച് മണവാളനായ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നമുക്കും തയ്യാറാകാം. സ്വർഗീയ വിരുന്നിൽ ദൈവ കുഞ്ഞാടിനോടൊപ്പം നിത്യമായി വസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നോമ്പുകാലത്തെ പരിവർത്തനം വലിയൊരു കൃപയായി മാറും. വിശ്വസ്തതയുടെയും സഹനത്തിന്റെയും പാതയിലൂടെ നമ്മെ നയിക്കുന്ന കർത്താവിനെ മുറുകെ പിടിച്ച് നമുക്ക് ഈ വിശുദ്ധ യാത്ര തുടരാം.